നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജനറൽ ആശുപത്രി പരിസരം ഉപേക്ഷിച്ച വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ആകുന്നു. ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങൾ. ആശുപത്രിയിലെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ആശുപത്രി കോമ്പൗണ്ടിന് വെളിയിൽ. കോട്ടയത്ത് എക്സൈസിന്റെ ചാരായ വേട്ട. 5 ലിറ്റർ ചാരായവും 4.5 ലിറ്റർ മദ്യവും പിടികൂടി. 2 പേർ റിമാൻഡിൽ. മോട്ടോർ വാഹന വകുപ്പിന്റെ ജനകീയ സദസ്സ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി VN വാസവൻ. വാർത്തകൾ വിശദമായി. കോട്ടയം ജനറൽ ആശുപത്രി പരിസരം ഉപേക്ഷിച്ച വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറുന്നത് ദുരിതം വിതയ്ക്കുന്നു. ആരോഗ്യവകുപ്പ് ഉപേക്ഷിച്ച വാഹനങ്ങൾ ആശുപത്രി പരിസരം കീഴടക്കുമ്പോൾ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കും വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഇടമില്ല. ആരോഗ്യവകുപ്പ് ഉപേക്ഷിച്ച വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കോട്ടയം ജനറൽ ആശുപത്രി പരിസരം. ഉപേക്ഷിക്കപ്പെടുന്ന വാഹനങ്ങൾ ആശുപത്രി പരിസരം കൈയടക്കിയതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെയും ജീവനക്കാരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാതായി. ആരോഗ്യവകുപ്പ് ഉപേക്ഷിച്ച ആംബുലൻസും യാത്രാവാഹനങ്ങളും അടക്കം 20 വണ്ടികളാണ് ആശുപത്രി പരിസരത്ത് ഉപേക്ഷിച്ചിട്ടുള്ളത്. വർഷങ്ങൾ പഴക്കമുള്ള വാഹനങ്ങളെല്ലാം വെയിലും മഴയുമേറ്റ് തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി. മറ്റ് സർക്കാർ വകുപ്പുകൾ കാലാവധി കഴിഞ്ഞ് ഒഴിവാക്കിയ വാഹനങ്ങൾ ലേലം ചെയ്ത് സർക്കാരിന് കൈമാറി. എന്നാൽ ആരോഗ്യവകുപ്പ് വാഹനങ്ങൾ ലേലം ചെയ്യാൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. വാഹനങ്ങളുടെ ഉൾവശത്തടക്കം കാട് കയറി മൂടിയ നിലയിലാണ്. ഇഴജന്തുക്കളും തെരുവ് നായ്ക്കളും വാഹനങ്ങൾക്കുള്ളിലാണ് തമ്പടിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആശുപത്രി വികസന സമിതി ചേർന്ന് വാഹനങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും വാഹനങ്ങൾ ആക്രിവിലയ്ക്ക് നൽകി സ്ഥലം ഒഴിപ്പിച്ചു തരണമെന്നും ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. നമ്മുടെ ആശുപത്രിയിൽ പാർക്കിംഗ് സൗകര്യം വളരെ കുറഞ്ഞു വരികയാണ്. ഒരു വണ്ടി ഇവിടെ ഇടാൻ കഴിയുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന പഴയ വാഹനങ്ങളെല്ലാം ആക്രി വിലയ്ക്ക് കൊടുക്കുകയോ അതിന് ബന്ധപ്പെട്ടവർ എടുത്തു മാറ്റുകയോ ചെയ്ത് അത്രയും സ്ഥലം അത് ഫ്രീ ആക്കി തന്നാൽ നമുക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം കോട്ടയം ജനറൽ ആശുപത്രിയിൽ തന്നെ കിട്ടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കണ്ണടച്ചിരിക്കുന്ന അധികാരികൾ എത്രയും വേഗം കണ്ണു തുറന്ന് ഈ കാര്യങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ ഭാഗങ്ങൾ കാണാനില്ലെന്ന ആരോപണവുമുണ്ട്. 20-30 വർഷമായ വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെയും ജീവനക്കാരുടെയും വാഹനങ്ങൾ ആശുപത്രി കോമ്പൗണ്ടിന് പുറത്ത് പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണിപ്പോൾ. DMOയുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് NCP നേതാവ് രാജീവ് നെല്ലിക്കുന്നേൽ പറഞ്ഞു. ഈ കഴിഞ്ഞ HMC മീറ്റിംഗിൽ ഈ വിഷയം HMC മെമ്പേഴ്സ് ഉന്നയിക്കുകയും വളരെ അടിയന്തരമായിട്ട് ആശുപത്രി കോമ്പൗണ്ടിൽ കിടക്കുന്ന ഈ കണ്ടം ചെയ്ത വാഹനങ്ങൾ എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി. ഇപ്പോൾ DMO അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. വിഷയത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് എക്സൈസ് സംഘം നടത്തിയ ചാരായ വേട്ടയിൽ മദ്യവിൽപ്പനക്കാരനും വാറ്റുകാരനും പിടിയിലായി. ഇവരിൽ നിന്നും 5 ലിറ്റർ ചാരായവും 50 ലിറ്റർ വാഷും 4.5 ലിറ്റർ മദ്യവും പിടികൂടി. കോട്ടയത്ത് എക്സൈസിന്റെ ചാരായ വേട്ടയിൽ മദ്യവിൽപ്പനക്കാരനും വാറ്റുകാരനും പിടിയിലായി. കോട്ടയം പാറമ്പുഴ തെക്കേടങ്ങട്ട് K ബാലകൃഷ്ണനെ 5 ലിറ്റർ ചാരായവും 50 ലിറ്റർ വാഷുമായും, മറ്റൊരു കേസിൽ പാറമ്പുഴ കരിങ്ങാതറ അനീഷ് K എന്ന ആളെ മദ്യവിൽപ്പനയ്ക്ക് 4.5 ലിറ്റർ മദ്യവുമായും കോട്ടയം എക്സൈസ് സർക്കിൾ ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആനന്ദരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഇരുവർക്കുമെതിരെ പ്രദേശവാസികൾ നിരന്തര പരാതികളാണ് എക്സൈസ് അധികൃതർക്ക് നൽകിയിരുന്നത്. ബാലകൃഷ്ണൻ സ്വന്തമായി വാറ്റിയ ചാരായവുമായി ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കായി ഇറങ്ങുന്ന സമയത്ത് എക്സൈസുകാർ തടയുകയും ഇയാൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചാരായം നിർമ്മിക്കുന്നതിനുള്ള വാഷ് എന്നിവ കണ്ടെടുക്കുകയുമായിരുന്നു. ഇയാൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും എക്സൈസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു. പ്രതി അനീഷ് K അനധികൃതമായി മദ്യം വിൽപ്പന നടത്തുമ്പോഴാണ് പിടിയിലായത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇവർ മദ്യവും ചാരായവും വിറ്റ വകയിൽ കയ്യിലുണ്ടായിരുന്ന പണവും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പട്രോളിംഗ് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേറ്റ് കണ്ണൻ C, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് S, ജോസഫ് KG, എക്സൈസ് ഡ്രൈവർ അൻസ് CK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മോട്ടോർ വാഹന വകുപ്പിന്റെ ജനകീയ സദസ്സ് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്നു. വിവിധ റൂട്ടുകളിൽ ബസ് സർവീസ് വേണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു.
നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. KSRTCയുടെ ഒളശ സർവീസ് പുനരാരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുഗതാഗതം ശക്തിപ്പെടുത്തി ഈ മേഖലയെ സംരക്ഷിക്കാനും ഒപ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൂടാതെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കഴിയണം എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ഇത്തരം യോഗങ്ങളോടുകൂടി ലക്ഷ്യമിടുന്നത്. പുതിയതായി നമുക്ക് പൊതുഗതാഗതം ശക്തിപ്പെടുത്തി പ്രായോഗികമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ എങ്ങനെ KSRTC ഉൾപ്പെടെ നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ കഴിയുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ, അതേപോലെ പുതിയതായി നമുക്ക് ഇപ്പോൾ ചില ഗ്രാമപഞ്ചായത്തുകൾ, ചില ബ്ലോക്ക് പഞ്ചായത്തുകൾ മുൻകൈ എടുത്ത് ഗ്രാമവണ്ടി എന്ന ആശയം തുടങ്ങിയിട്ടുണ്ടായി. ആ ഗ്രാമവണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പൊതുവെ നല്ല രൂപത്തിലുള്ള ഡിമാൻഡാണ്. അത് ലാഭകരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു വിഷയാവതരണം നടത്തി. നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ്, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, വൈസ് പ്രസിഡന്റ് MA ബിനു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജയൻ K മേനോൻ, ജോസ് അമ്പലക്കുളം, ധന്യ സാബു, വിജി രാജേഷ്, VK പ്രദീപ് കുമാർ, RTO K അജിത് കുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം താഴ്ത്തങ്ങാടി, കുളപ്പുരക്കടവ്, കുമ്മനമില്ലിക്കൽ, കോട്ടയം തിരുവാർപ്പ്, അംബേദ്കർ കോളനി റൂട്ടുകളിൽ ബസ് സർവീസ് വേണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കുന്നതിന്റെ ഭാഗമായി DYFI 25 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിനായി ആക്രിസാധനങ്ങൾ വിറ്റും കാറ്ററിംഗ് സർവീസ് നടത്തിയും പായസ ചലഞ്ച് സംഘടിപ്പിച്ചും പണം സ്വരൂപിക്കുകയാണ് DYFI പ്രവർത്തകർ. കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോവുകയാണ് കേരള ജനത. സർക്കാർ സംവിധാനങ്ങൾ, വിവിധ സംഘടനകൾ, യുവജനങ്ങൾ, സാധാരണക്കാർ അങ്ങനെ എല്ലാവരും തങ്ങളാലാവും വിധം ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുകയാണ്. DYFI 25 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിനുള്ള പണം കണ്ടെത്തുന്നതിനായി വിവിധങ്ങളായ പരിപാടികളാണ് DYFI ആവിഷ്കരിച്ചിരിക്കുന്നത്. കാട് വെട്ടിത്തെളിച്ച് ആക്രിസാധനങ്ങൾ പെറുക്കിയും കാറ്ററിംഗ് സർവീസ്, പായസ ചലഞ്ച് നടത്തിയും പണം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് DYFI പ്രവർത്തകർ. പുതുപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ അവരുടെ ഒരു ദിവസത്തെ വേതനം സമാഹരിച്ച് ആദ്യഘട്ടമായി DYFI ബ്ലോക്ക് സെക്രട്ടറി റോജിന് കൈമാറി. ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ, ആക്രി ചലഞ്ച് ഉൾപ്പെടെ, അല്ലെങ്കിൽ പായസ ചലഞ്ച് ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ സഖാക്കളുടെ അധ്വാന ശേഷിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലി അടക്കം എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊടുക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പണം DYFI കണ്ടെത്തുന്നത്. അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് നമ്മുടെ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, പുതുപ്പള്ളിയിലെ DYFIയുടെ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ അവരുടെ ഒരു ദിവസത്തെ വരുമാനം ഇപ്പോൾ കൈമാറാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങൾ നടക്കുന്ന ക്യാമ്പയിനുകളിൽ നമ്മളുടെ നാട്ടിൽ എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലഹരി മാഫിയയ്ക്ക് ശക്തമായ താക്കീതുമായി PTA പ്രസിഡന്റുമാരുടെ യോഗം പാലായിൽ നടന്നു. PTA-കൾ ലഹരിക്കെതിരെ വിജിലൻസ് സെല്ലായി പ്രവർത്തിക്കണമെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷനായ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. വിദ്യാലയ പരിസരങ്ങളിൽ നിന്നും ലഹരി മാഫിയയെ തുരത്തണമെന്ന് പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന PTA പ്രസിഡന്റുമാരുടെ സമ്മേളനം ആവശ്യപ്പെട്ടു. ലഹരി വസ്തുക്കളുടെ കടത്തും വിപണനവും തടയാൻ ഉത്തരവാദിത്തപ്പെട്ട എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങൾ നിസ്സംഗത പാലിക്കുകയാണെന്നും ശക്തമായ നടപടി ആരംഭിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കുട്ടികളുടെ കാവൽക്കാരായി രക്ഷിതാക്കൾ വഴിയിലിറങ്ങേണ്ട സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നതെന്നും ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. ലഹരി വസ്തുക്കളുടെ വിപണനവും സ്വാധീനവും ഉപയോഗവും അനിയന്ത്രിതമായ വിധം വിദ്യാലയ പരിസരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പാലാ രൂപത മുൻകൈയെടുത്ത് PTA പ്രസിഡന്റുമാരുടെ അടിയന്തര സമ്മേളനം വിളിച്ചു ചേർത്തത്. പിടിക്കപ്പെടുന്ന ലഹരി കുറ്റവാളികളെ വിട്ടയക്കുന്ന അധികാരികളുടെ നടപടി ഇനി മുതൽ PTA-കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങളുടെ നിരീക്ഷണം എല്ലാ സ്കൂളുകളുടെയും പരിസരങ്ങളിൽ ഉണ്ടാകണമെന്നും സമ്മേളനത്തിൽ നിർദ്ദേശമുയർന്നു. PTA-കൾ ലഹരിക്കെതിരെ വിജിലൻസ് സെല്ലായി പ്രവർത്തിക്കണമെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടു. നമ്മുടെ അത്തരം ഇടപെടലുകളെ
മീറ്റിങ്ങുകൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാതെ നിങ്ങൾ നല്ലൊരു വിജിലൻറ്റ് സെല്ലായിട്ട് സ്കൂളുകളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. കുട്ടികൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൈവിട്ടു പോകുന്നുണ്ട്, കൈ അയച്ച് കൊടുക്കുന്നുണ്ട്. മാതാപിതാക്കൾ നിവൃത്തിയോടുകൊണ്ടായിരിക്കാം കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം നമ്മൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു കൂട്ടുമെന്നുള്ള ആശങ്ക വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് മാതാപിതാക്കളും ഹെഡ്മാസ്റ്റർമാരും ഒക്കെ. രൂപത വികാരി ജനറൽ സെബാസ്റ്റ്യൻ വെത്താനത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാല. പാല ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നശിക്കുന്നു. ഇരിപ്പിടങ്ങളും തറയോടുകളും തകർന്നു. മഴ പെയ്യുമ്പോൾ മലിനജലം ഉൾപ്പെടെ വെയിറ്റിംഗ് ഷെഡിലൂടെ ഒഴുകും. വെയിറ്റിംഗ് ഷെഡിലെ സുരക്ഷാ മറയും തകർന്നു വീണു. 2013 ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബസ് ബേ കം വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. KM മാണി MLA ആയിരുന്നപ്പോൾ അനുവദിച്ച 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. ദിവസേന 100 കണക്കിന് ആളുകൾ യാത്രയ്ക്കായി ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നുണ്ട്. വൃത്തിഹീനമായ നിലയിലാണ് ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുറകുവശം പരസ്യ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു. നടുഭാഗത്തെ ടൈലുകളും തകർന്നു. യാത്രക്കാർക്ക് ഇരിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന പൈപ്പുകളിൽ ചിലത് കാണാതായിട്ടുണ്ട്. ഫാനിന്റെ ലീഫുകളും നഷ്ടപ്പെട്ടു. മഴ പെയ്യുമ്പോൾ മലിനജലം ഉൾപ്പെടെ വെയിറ്റിംഗ് ഷെഡിലൂടെ ഒഴുകും. ഏറെ ബുദ്ധിമുട്ടിയാണ് യാത്രക്കാർ ബസ് കാത്തിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള വെള്ളം ഒഴുകി ബസ് കാത്തിരിക്കുന്നവരുടെ ദേഹത്ത് വീഴാതിരിക്കുന്നതിനായി ഇരുമ്പ് തകിട് കൊണ്ട് നിർമ്മിച്ച സുരക്ഷാ മറ 2021 കാറ്റിൽ തകർന്നത് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതിന് താഴെയാണ് ആളുകൾ ബസ് കാത്തിരിക്കുന്നത്. സുരക്ഷാ മറയുടെ താഴ്ഭാഗം തുരുമ്പെടുത്ത് ദ്രവിച്ചു തുടങ്ങി. അറ്റകുറ്റപ്പണികൾ നടത്തി സൗകര്യവും യാത്രക്കാരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമായി. ന്യൂസ് ബ്യൂറോ, പാല. പാലായിലെ ലോയേഴ്സ് കോംപ്ലക്സിന്റെ പേര് ഇനി മുതൽ മൂന്നാനി മുനിസിപ്പൽ കോംപ്ലക്സ് എന്നാക്കും. പലതവണ ലേലം വിളിച്ചെങ്കിലും ആരും മുറികൾ എടുത്തിരുന്നില്ല. തുടർന്ന് ഹോസ്റ്റൽ ആവശ്യത്തിനായി 48 മുറികൾ നഗരസഭ സ്വകാര്യ ഏജൻസിക്ക് കൈമാറുകയായിരുന്നു. 10 വർഷത്തോളം നിർജീവമായി കിടന്നിരുന്ന മൂന്നാനി ലോയേഴ്സ് കോംപ്ലക്സ് ഇനി സജീവമാകും. പലതവണ ലേലം വിളിച്ചെങ്കിലും ആരും മുറികൾ ഏറ്റെടുത്തിരുന്നില്ല. തുടർന്ന് ഹോസ്റ്റൽ ആവശ്യത്തിനായി 48 മുറികൾ സ്വകാര്യ ഏജൻസിക്ക് ലേലം ചെയ്ത് നൽകുകയാണുണ്ടായത്. കൊട്ടാരമറ്റത്തെ കെട്ടിടവും ലോയേഴ്സ് ചേംബറും അടക്കം KURDCയിൽ നിന്നും വായ്പയെടുത്താണ് നഗരസഭ നിർമ്മിച്ചത്. അഭിഭാഷകർക്ക് കോടതിയുടെ സമീപത്ത് മുറികൾ എന്ന നിലയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ 2 തവണ ലേലം വിളിച്ചെങ്കിലും ആരും ലേലത്തിനെടുത്തില്ല. മുതലും പലിശയും അടക്കം 7 കോടിയോളം രൂപ നിലവിൽ തിരിച്ചടയ്ക്കാനുണ്ട്. തുടർന്നാണ് പുറത്തുള്ളവർക്ക് മുറികൾ നൽകാൻ നടപടിയായത്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണ് അടിനിലയും 1-ാം നിലയും പൂർണ്ണമായും നൽകിയത്. ഏറ്റവും മുകൾ നില ജലനിധിക്കായും കൈമാറിയിട്ടുണ്ട്. ലേലത്തിന് നൽകിയ മുറികളിൽ നിന്നും ലഭിക്കുന്ന വാടക വായ്പ തിരിച്ചടവിനായി ഉപയോഗിക്കും. വനിതാ ഹോസ്റ്റലും ഉടൻ പ്രവർത്തന സജ്ജമാക്കും. വനിതാ വികസന കോർപ്പറേഷന് കെട്ടിടം കൈമാറാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. കോട്ടയം പൊതുമരാമത്ത് വകുപ്പ് വിശ്രമ കേന്ദ്രത്തിലെ ക്യാന്റീൻ 2 വർഷത്തേക്ക് ഏറ്റെടുത്തു നടത്താൻ മുൻപരിചയമുള്ള വ്യക്തികളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. ദർഗാസുകൾ ഓഗസ്റ്റ് 9 2 മണി വരെ സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തുറക്കും. ഫോൺ 0481 2563 254. അടിയന്തര നവീകരണ പ്രവർത്തനങ്ങൾക്കായി 4 കോടി റെയിൽവേ ഗേറ്റ് ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അടച്ചിടുമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന പച്ചമലയാളം കോഴ്സിൽ അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത: പച്ചമലയാളം അടിസ്ഥാന കോഴ്സ്, മലയാള സാഹിത്യത്തിൽ ബിരുദം, DEL B.Ed, പച്ചമലയാളം അഡ്വാൻസ്ഡ് കോഴ്സ്, മലയാള സാഹിത്യത്തിൽ ബിരുദവും B.Edഉം. അപേക്ഷകൾ ഓഗസ്റ്റ് 8 വൈകിട്ട് 5 മണിക്ക് മുൻപായി ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ്, വയസ്കരക്കുന്ന്, കോട്ടയം പിൻ 686001 എന്ന വിലാസത്തിൽ അയക്കണം. പൊൻകുന്നം സാന്തോം റീട്രീറ്റ് സെന്ററിൽ 15 നോമ്പ് ധ്യാനവും പാപപരിഹാര പ്രാർത്ഥനയും ഓഗസ്റ്റ് 7 ബുധനാഴ്ച മുതൽ 9 മുതൽ 2 മണി വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജനറൽ ആശുപത്രി പരിസരം ഉപേക്ഷിച്ച വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ആകുന്നു. ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങൾ. ആശുപത്രിയിലെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്
ആശുപത്രി കോമ്പൗണ്ടിന് വെളിയിൽ. കോട്ടയത്ത് എക്സൈസിന്റെ ചാരായ വേട്ട. 5 ലിറ്റർ ചാരായവും 4.5 ലിറ്റർ മദ്യവും പിടികൂടി. 2 പേർ റിമാൻഡിൽ. മോട്ടോർ വാഹന വകുപ്പിന്റെ ജനകീയ സദസ്സ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി VN വാസവൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.